12 ജ്യോതിർലിംഗങ്ങളിൽ രണ്ടാമത്തേതും 18 ശക്തിപീഠങ്ങളിൽ ആറാമത്തേതും ആണ് ശ്രീശൈലത്തുള്ള ശ്രീ ഭ്രമരാംബിക മല്ലികാർജുന സ്വാമി ക്ഷേത്രം. ജ്യോതിർലിംഗവും ശക്തിപീഠവും ഒന്നിച്ചു നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ശ്രീശൈലം. നന്ദ്യാലിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരമുണ്ട് ശ്രീശൈലത്തേക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതമായ നാഗാർജുന സാഗർ ടൈഗർ റിസർവ് വനത്തിലൂടെയാണ് ഞങ്ങൾ ശ്രീശൈലത്തേക്ക് പോയത്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്, 50 രൂപയാണ്. ഈ വനം തെലങ്കാന സംസ്ഥാനത്തെ നന്ദ്യാൽ, പ്രകാശം, ഗുണ്ടൂർ, നൽഗൊണ്ട, കടപ്പ, മഹബൂബ് നഗർ എന്നീ 5 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഗുജറാത്തിലുള്ളതുപോലെ തുറന്ന ജീപ്പിലാണ് ടൈഗറിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ടൈഗറിനെ കാണിക്കാൻ രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ് സമയം. 1.5 മണിക്കൂറാണ് റൈഡിൻ്റെ സമയം. 6 ആളുകൾക്ക് 800 രൂപ വെച്ചാണ്. ഇവിടെ ടൈഗറിനെ കൂടാതെ ലെപ്പേർഡ്, വൂൾഫ്, വൈൽഡ് ഡോഗ് എന്നിവയും ഉണ്ട്. ഇവിടെ ടൈഗർ ഏകദേശം 60-ൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ടൈഗർ വ്യൂ പോയിന്റ് എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു കടുവയോ ഒരു പുള്ളിപ്പുലിയോ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ശ്രീശൈലത്തേക്കുള്ള ഗേറ്റ് വേ ആണ്. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ദൂരമുണ്ട് ശ്രീശൈലം ടെമ്പിളിലെത്താൻ. ശ്രീശൈലത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഡോർനാല ചെക്ക് പോസ്റ്റിൽ 50 രൂപ ടിക്കറ്റ് എടുക്കണം. ഈ കാണുന്ന മലനിരകൾ നല്ല മലനിരകളാണ്. തിരുപ്പതി മുതൽ ശ്രീശൈലം വരെ ഉണ്ട്. ഈ മല ആദിശേഷന്റെ വാൽഭാഗമാണ്. തലഭാഗം തിരുപ്പതിയും ഉടൽഭാഗം അഹോബിലവുമാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് ശ്രീപർവ്വതം അല്ലെങ്കിൽ ശ്രീനാഗം തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. ശാന്തമായ സൗന്ദര്യവും സുഖകരമായ കാലാവസ്ഥയും കൊണ്ട് നല്ല മലനിരകളെ പാവങ്ങളുടെ ഊട്ടി എന്ന് വിളിക്കുന്നു. ഇത് ശ്രീശൈലം ക്ഷേത്രത്തിന് മുൻപുള്ള കവാടമാണ്.
ഇത് സാക്ഷി ഗണപതി അമ്പലം. ഓരോ ഭക്തനും ശ്രീശൈലത്തിലെ ശിവഭഗവാനെ സന്ദർശിച്ചതിൻ്റെ തെളിവ്. കൈലാസത്തിൽ ഗണപതി അവതരിപ്പിക്കുന്നതിനാൽ അദ്ദേഹത്തെ സാക്ഷി ഗണപതി എന്നു വിളിക്കുന്നു. ഈ ഗണപതി അമ്പലത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ആന്ധ്രാപ്രദേശ് ടൂറിസത്തിൻ്റെ ഹോട്ടൽ ഹരിതയിലാണ് താമസിച്ചത്. ഇതാണ് ഹരിത ഹോട്ടൽ. ഇവിടെ പെർ ഡേ 1000 രൂപയാണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ശ്രീശൈല അമ്പലവും ഗണപതി അമ്പലവും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്.